ഇന്നലെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ വളരെ ഫലപ്രദമായി നല്ലൊരു കാര്യം ചെയ്തു എന്ന് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഞാൻ പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ അതിന് ഒരുപാട് ക്രിറ്റിസിസം, ഓരോരുത്തർ വിമർശനങ്ങളാണ് വരുന്നത്. ആ കമൻസ് അതൊന്നും ഞാൻ ഗവനിക്കാറില്ല, എന്നാൽ തന്നെ ഞാൻ പറയുകയാണ്. ആ കമൻസിനകത്ത് പണ്ട് കേസിനകത്ത് പെടുത്താൻ നോക്കിയതാണ് കാന്തപുരം ഉസ്താദിനെ. കേസിനകത്ത് ഞാനൊന്നും പെടുത്താൻ നോക്കിയൊന്നുമല്ല. കേസിനകത്ത് പെറ്റീഷൻ കിട്ടി, അതിനകത്ത് അതെൻ്റെ ജുഡീഷ്യൽ വർക്കിൻ്റെ ഭാഗം, അതുകൊണ്ട് ഞാൻ അത് പറയാൻ തയ്യാറല്ല. അതിന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഇടപെട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലൊക്കെ ഞാൻ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കതിലൊന്നും പ്രശ്നമൊന്നും ഉള്ളതല്ല. പിന്നെ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ഞാനത് നല്ലതാണെന്ന് പറയും. അത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്, വ്യക്തിത്വമാണ്. ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ നല്ലതാണെന്ന്. മോശമായ കാര്യം, എനിക്ക് മോശമെന്ന് തോന്നുന്ന കാര്യം ഒരാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഞാൻ വിലയിരുത്തിയിട്ട് ഞാൻ പറയും അത് നല്ലതല്ല, ആ ചെയ്തത് അനാവശ്യമാണ് എന്ന് ഭംഗിയായിട്ട് പറയുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേജിൽ വന്ന് ഒരു അവാർഡ് വാങ്ങാൻ വന്നപ്പോൾ അതിനെ സ്റ്റേജിൽ കയറ്റാൻ പറ്റത്തില്ല, ഇതിനെ ആര് വിളിച്ചു എന്നും പറഞ്ഞ് ആ കുട്ടി കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ എനിക്കത് വിഷമമുണ്ട്, ബുദ്ധിമുട്ടാണ്. അത് തെറ്റെന്ന് തന്നെ ഞാൻ പറയും. അത് ഇനി എത്ര വലിയ ആളുകൾ പറഞ്ഞാലും ഞാൻ പറയും അത് തെറ്റാണെന്ന്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊരു വ്യക്തിത്വം ഉണ്ടോ? അത് പറയണമല്ലോ. ഒരാളുടെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയും, തെറ്റായ കാര്യം ചെയ്താൽ തെറ്റാന്ന് പറയും. ഇപ്പോൾ സൂംബ ഒരു വ്യായാമ മുറയാണ്, അതിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പറയാം. അതേപോലെ തന്നെ വേറെ ഒരു വ്യായാമ മുറ, നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ ആണും പെണ്ണും തമ്മിൽ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പണ്ടത്തെ കാര്യമാണത്. അത് പറയാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ എന്താ കുഴപ്പം? നല്ല രീതിയിലാണെങ്കിൽ. ചീത്തയായ രീതിയിൽ നടക്കാൻ ഞാൻ പറയാറില്ല ഒരിക്കലും. നല്ല കാര്യം നല്ലതെന്ന് പറയണം ആര് ചെയ്താലും. ഇവിടെ കാന്തപുരം ഉസ്താദ് ചെയ്ത കാര്യം എന്താണ്? നല്ലൊരു കാര്യം ചെയ്തു. നല്ലൊരു കാര്യം ചെയ്യാൻ ഇടയായത് ഇപ്പം ഞാൻ അതിനകത്ത് ഇന്നലെ എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ ഉണ്ടല്ലോ, നമ്മുടെ ഉമ്മൻചാണ്ടി, യശശ്വരനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മകനാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കൂടെ ഇതിനകത്ത് നേരെ പോയി ഗവർണറെ കണ്ട് സംസാരിക്കാനിടയായി. അങ്ങനെ അതൊരു മൂവ് ചെയ്തു. ഗവർണർ അതിനകത്ത് വളരെ ഉത്സാഹത്തോടു കൂടി നടപടികളൊക്കെ എടുത്തു. പക്ഷേ വേറെ ഗവർണർക്കൊക്കെ എടുക്കുന്ന നടപടിക്ക് ഒരു പരിധിയുണ്ട് ഈ കാര്യത്തിൽ. മാത്രമല്ല വിദേശകാര്യ വകുപ്പിന് പോലും നമ്മുടെ ഇതിനകത്ത് നടപടിയെടുക്കാൻ ഒരു പരിധിയുണ്ട്. കാര്യം എന്താണെന്നറിയോ? നമ്മളുമായിട്ട് ബൈലാറ്ററൽ റിലേഷൻഷിപ്സ് വളരെ കുറവുള്ള ഒരു രാജ്യമാണ് യമൻ. അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ എംബസി ഇല്ല. അവിടെ നമുക്കൊരു ഹൈക്കമ്മീഷണറോ അല്ലെ അംബാസഡറോ ഉള്ള ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ഇത് നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് യമൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യം, ആ രാജ്യത്ത് ഇത് നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സർക്കാരിന് നേരിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യം ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. നേരെ മറിച്ച് അവിടെ മതപരമായ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ്, ഇസ്ലാമിക് കൺട്രിയാണ്, ഇസ്ലാമിക് ലോ നിലവിലിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ശരിയായ രീതിയിലൊന്നും പോകുന്നില്ലെങ്കിൽ പോലും അവിടെ കോടതി നടപടികളും അതുമൊക്കെ ഉണ്ട്. ഇനി നിമിഷപ്രിയ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? നിമിഷപ്രിയ നല്ല കാര്യം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. നിമിഷപ്രിയ അയാളെ യഥാർത്ഥത്തിൽ കൊല്ലാനുള്ള ഉദ്ദേശമല്ല, മയക്കാനുള്ള ഉദ്ദേശത്തിൽ മരുന്ന് കൊടുത്തു, അത് ഓവർഡോസ് ആയിപ്പോയി. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരാളുടെ മരണം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നിയമം അനുസരിച്ച്, നമ്മുടെ നിയമം, യമനിലെ നിയമമല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിക് നിയമവും അല്ല, നമ്മുടെ നിയമം അനുസരിച്ച് ഒരിക്കലും അത് മേർഡറിൻ്റെ ഡെഫിനിഷനകത്ത് വരത്തില്ല. നേരെ മറിച്ച് ദാറ്റ് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ. അതായത് നരഹത്യ, കുറ്റകരമായ നരഹത്യയാണ്, കൊലപാതകമാവുന്നില്ല, അതിന് തൊട്ട് താഴെ നിൽക്കും. അതായത് നമ്മുടെ പഴയ CRPC അനുസരിച്ചുള്ള, നമ്മുടെ IPC അനുസരിച്ചുള്ള 304 വരും, 302 വരികയല്ല.
ഇതാണ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്. ഇത് നിയമം പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തവന്മാർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, 110 പീസാക്കിയില്ലെന്ന്. അത് ഈ മരണത്തിന് ശേഷമാണല്ലോ ചെയ്തേക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരാളെ പീസാക്കല്ലോ, മരിച്ചു, അവിടുന്ന് രക്ഷപ്പെടണ്ടേ, അതിന് ചെയ്യും. അത് 201 എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഒഫൻസ് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് BNS അനുസരിച്ചും അത് ഒഫൻസാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ പൗരയായിട്ടുള്ള നിമിഷപ്രിയ യമനിൽ വെച്ച് നടത്തിയാലും ശരി, അത് ഇവിടുത്തെ കോടതിക്ക് പോലും ശിക്ഷിക്കാം. ഇതിന് ഒരു 304A, 302 വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. 304 വരും. അതിൽ ഉറപ്പാണ്. 299 അനുസരിച്ച് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതേ വരുള്ളൂ. അത് മറ്റേതിൻ്റെ തൊട്ട് താഴെ നിൽക്കും. ഇത് പറഞ്ഞതിന് ഇത് നിയമമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് അവള് 110 കഷങ്ങൾ 110 പീസാക്കി. എന്നിട്ട് വാട്ടർ ടാങ്കിലിട്ടു. എന്താട്ടോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നെ ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുക എന്നല്ലേ, അവിടെ തലവെട്ടുന്ന സ്ഥലമാണ്. രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ എന്താ ഒരു മനുഷ്യൻ ചെയ്യുന്നത്? രക്ഷപ്പെടാനായാലും ചെയ്ത കുറ്റം ഇല്ലാതാകത്തില്ല, അത് ഉറപ്പാണ്. അവിടെ ഈ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡറും ഒന്നും അവിടെ ഇല്ല. അതാ പ്രശ്നം. അവിടെ ഒരാൾ മരണത്തിന് ഇടയാക്കി കഴിഞ്ഞാൽ അത് കൊലപാതകമാണ്, അതിന് വധശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അപ്പോൾ അതുകൊണ്ട് നിമിഷപ്രിയ ചെയ്തത് നല്ല കാര്യമാണ്, നല്ല കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറ്റിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ, അതായത് ആ പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചെടുക്കണം. പാസ്പോർട്ട് ഇയാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തലാലിൻ്റെ ഇന്ന് അത് വാങ്ങിയെടുക്കണം. ഒരു മാർഗവുമില്ല, അവൻ കൊടുക്കുകയല്ല. അത് മാത്രമല്ല, വേറെ ഒരുപാട് വിധത്തിൽ ഈ സ്ത്രീയെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ലാതെ ചെയ്തു പോയ ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്നേരം അപ്പോൾ 110 അപ്പോഴേ അറിഞ്ഞൂടെ അങ്ങനെ ഇതാണ് 110 കഷണമാക്കുന്നതൊക്കെ, അതും ടാങ്കിൽ ഉപേക്ഷിക്കും, വാട്ടർ ടാങ്കിൽ ഇടുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തെളിവ് നശിപ്പിക്കാൻ, സ്ക്രീനിങ് ആൻ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ്, അതാണ് വരുന്നത്. അപ്പം ആ ഒഫൻസ് വരും. തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള ഒഫൻസ് വരും. നരഹത്യ അതും വരും, ഒരു സംശയമില്ല. ഇതൊക്കെ ഉണ്ട്. ഇത് നിമിഷപ്രിയ ഇവിടെ വന്നാൽ ഇവിടെ ശിക്ഷിക്കാവുന്ന ഒരു ഒഫൻസാണ്, യമനിൽ മാത്രമല്ല. അപ്പോൾ അത് വന്ന് ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിക്കോട്ടെ. അതിനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചു ഇങ്ങനെയുള്ളപ്പോൾ ആ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. അത് ഒരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തുള്ള ഇടപെടലെന്ന് പറയുന്ന മനുഷ്യത്വമായിട്ടുള്ള ഇടപെടൽ വേണം. ചാണ്ടി ഉമ്മനും ഒക്കെ കൂടെ തന്നെ അത് കാന്തപുരം ഉസ്താദിനെ ബന്ധപ്പെട്ടു. അപ്പോൾ കാന്തപുരം ഉസ്താദിന് അവിടെ വളരെ വളരെ അടുപ്പമുള്ള അവിടുത്തെ ഒരു വലിയ മതപണ്ഡിതൻ, ഒരു സൂഫി വര്യൻ, അദ്ദേഹം മാത്രമല്ല എല്ലാ ഇസ്ലാമിക്, അതായത് ഏറ്റവും മുസ്ലിങ്ങളുടെ ശ്രേണിയിൽപ്പെട്ട വളരെ ഉന്നതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷെയ്ഖ് ഹബീബ്. അദ്ദേഹം ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫ്, അദ്ദേഹം അത് ഇടപെട്ടു. അദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ട് കാന്തപുരം ഉസ്താദ് സംസാരിച്ചു. കാരണം കാന്തപുരം ഉസ്താദിന് നന്നായിട്ട് അറബി സംസാരിക്കാൻ അറിയാം, അറബിയിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള പ്രാവീണ്യമുണ്ട്. അത് സംസാരിച്ച് അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇതിലിടപെട്ടു. അത് ഒരു മതത്തിൻ്റെ ഒരു കാര്യമല്ല. ഇത് ഓരോരുത്തരും ഇതിന് ഓരോ കമൻസൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ, അത് ക്രിസ്ത്യാനികളൊന്നും ചെയ്തില്ല, അതൊന്നും അല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ചാണ്ടി ഉമ്മൻ ആരാ? ചാണ്ടി ഉമ്മൻ ചെയ്തില്ലേ? ചാണ്ടി ഉമ്മൻ അല്ലേ ഇതിന് ഇറങ്ങിയത്? യഥാർത്ഥം ഇതിന് മൂല കാരണക്കാരൻ എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. നമ്മുടെ ബഹുമാന്യനായ ചാണ്ടി ഉമ്മൻ MLA അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ വളരെയധികം നമ്മൾ പ്രശംസിച്ചേ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് കാന്തപുരം ഉസ്താദും ഇത് ഇടപെടാനിടയായത്. കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ അത് ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ളതോ ക്രിസ്ത്യൻ സ്ത്രീ എന്നുള്ളതോ നോക്കിയല്ല. അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അതാണ് മനുഷ്യത്വം, അതാ വേണ്ടത്. അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ആവശ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പുകഴ്ത്തി പറഞ്ഞത്, നല്ലൊരു കാര്യം ചെയ്താൽ ഞാൻ ഇനിയും പറയും, അതിന് സംശയമില്ല. ഇനി ഒരു തെറ്റ് ഉള്ള ഒരു കാര്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ മതവൈവിധ്യമുള്ള ഈ രാജ്യത്ത് എന്തെങ്കിലും സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപാടാണ് വരുന്നെങ്കിൽ ഇനി ഞാൻ കുറ്റം പറയും. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല എനിക്ക്, ഞാൻ പറയും. ഇതെൻ്റെ സ്വഭാവമാണ്. പറയുന്നതിനകത്ത് ഇനി ആർക്കത് വിരോധം ഉണ്ടെങ്കിലും ഒന്നുമില്ല. നല്ലൊരു കാര്യം ഒരാൾ ചെയ്തു, ഇനി
അതിന് ഇന്ത്യൻ എംബസി എല്ലാം ചെയ്തത് എന്നൊക്കെ പറയുന്നില്ലേ, വെറുതെയാണ്. എംബസി ഒന്നും അല്ല ഇതിനകത്ത് ഇടപാട്. ഇത് കാന്തപുരം ഉസ്താദ് മൂലം ഉള്ള ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹാഫ് അദ്ദേഹത്തിൻ്റെ ഇടപാട് തന്നെയാണ്. ഒരു സംശയം അതിനകത്ത് വേണ്ട. ആ ഇടപെടിയിലാണ് ഇതിനകത്ത്. അതിന് നാന്ദി കുറിച്ചത്, അതിന് മൂല കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ MLA യുമാണ്.